നമ്മൾ പറയുന്നത് 128 വന്നിട്ട് 126 പേരാണെന്നുണ്ടായിരുന്നേ. 126 സീറ്റ് ആകെ ഉണ്ടായിരുന്നു. അതിൽ 65 സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടി. അത് മാർക്സിസ്റ്റ് പാർട്ടി അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടി. 60 അതേ അവരിങ്ങോട്ട് ചേർന്നു. ഒരുമിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മുടെ വീട്ടിൽ ചില പിള്ളേരെ കെട്ടിക്കൊണ്ട് വന്ന് വേറെ പറയും വന്ന് ഒരുമേ ഈ കൊച്ചു പിള്ളേരെയൊക്കെ ഉണ്ട്. അത് തന്നെ പറഞ്ഞത്. എൻ്റെ 65 ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തിനാ പറഞ്ഞത്? എന്താ ചേരാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ? എന്തുകൊണ്ടാന്ന് പറ. അന്ന് പറ്റിയ പ്രശ്നം, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനൊരു ഭരണഘടനാ പരീക്ഷ നടത്തുക. ഇവിടെ വോട്ട് ചെയ്യാൻ പോലും ഇതിനറിയത്തില്ല. ഇന്ത്യയിലെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ആരാ? സുമാറോ? സെന്നാണ്. നെഹ്റു വലിയ കാര്യത്തിലെ വിളിച്ച് അത് തന്നെ നിങ്ങൾ കടുപ്പിച്ച് പറയാൻ പോയി. സെന്ന് അത് തന്നെ സുകുമാർ സിംഗ് പറഞ്ഞ് ഞാൻ കടുപ്പിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ സംശയമായി. ഞാനീ ചോദിക്കുന്നത് നിങ്ങൾ തെറ്റാന്നല്ല, ഒന്ന് ഉറപ്പിച്ചു പറ. അല്ല സാറ് പറയുന്ന പോലെ ഞങ്ങൾ പറഞ്ഞോളാം അല്ലേ? അങ്ങനെ പോരാ പരീക്ഷയ്ക്ക്. എസൻസിന്റെ വേറെ വലിയ പുസ്തകത്തിന്റെ പേര് പറ. 1857 സെന്റ് ബുക്കാണ്. ഇവിടെ ഞാൻ പറഞ്ഞു സെന്നെ കൊണ്ടുവന്ന കാരണം നെഹ്റു പറഞ്ഞു നമുക്ക് സോഷ്യലിസം, നെഹ്റുവിനെ അറിയാമല്ലോ, അന്ന് സ്വപ്നം പിടിച്ച് നടക്കാം. സോഷ്യലിസം അത് ഇത് വേണ്ട വീളം, റഷ്യൻ മോഡൽ എല്ലാം ദേശവൽക്കരിക്കണം. ഒരു ആണി ഉണ്ടാക്കാനുള്ള കമ്പനി പോലും ഇന്ത്യക്കില്ല. ഇരുമ്പാണികളൊരു ഇരുമ്പ് കമ്പനി പോലും ഇല്ല. പിന്നെ ദേശവൽക്കരണം. ആകെ ഒരു ഇരുമ്പ് കമ്പനി വല്ല ആർക്കാ? ടാറ്റ ആനിവേഴ്സൽ കമ്പനി. അതിന്റെ തറക്കല്ലിട്ടതാരാ? അപ്പൂപ്പനല്ലേ? ലോർഡ് കേഴ്സൺ. 905 കേഴ്സൺ ആണ് ടാറ്റ ആനിവേഴ്സൽ കമ്പനിയുടെ തറക്കല്ലിടുന്നത്. ആ ഒരെണ്ണമാണ് നമുക്ക് ആകെ ഉള്ളത്. അത് ദേശവൽക്കരിക്കണം പറഞ്ഞു. അത് ദേശവൽക്കരിക്കണം എന്നാണ് നെഹ്റു പറഞ്ഞത് സ്വാതന്ത്ര്യമാകുമ്പോൾ. പട്ടേൽ ചോദിച്ചു എൻ്റെ കാശുണ്ടോ? ദേശവൽക്കരിക്കാൻ കാശ് കൊടുക്കണ്ടേ? ഇല്ല. പിന്നെ അപ്പോൾ വേണ്ട. അപ്പോൾ നമുക്ക് ഗവൺമെന്റ് കീഴിലൊന്നും വേണ്ടേ? വേണം. എനിക്ക് വേണം. അപ്പം അങ്ങനത്തെ വ്യവസ്ഥ വേണം. നമ്മുടെ എക്കോണമി എങ്ങനെ ആകണം? മിക്സഡ് എക്കോണമി വരണം. പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ. അങ്ങനെ വേണമെന്നുള്ള അഭിപ്രായം ആദ്യം പറയുന്നത് പട്ടേലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എക്കണോമിക് എക്സ്പെർട്ടായ ആരെ കൊണ്ടുവന്നത്? മെഗലാനോബീസ്. അതിന്റെ ബേസിലാണ് റഷ്യയുടെ സ്വപ്നമായ എന്തിവിടെ നടപ്പിലാക്കിയത്? 5 year പ്ലാൻസ്. പട്ടേലെ ആലോചിച്ചപ്പോൾ നെഹ്റു ഇങ്ങനെ പറഞ്ഞു നടക്കുമായിരുന്നു. പട്ടേൽ ഇന്ത്യയിൽ തന്നെ കിടന്ന് ഞാൻ വിളയുകയും കണ്ണം കൊയ്യുകയൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ് പട്ടേൽ. നെഹ്റു ഒരു വികസന സമരത്തിലും പങ്കെടുത്തിട്ടില്ല. പട്ടേൽ ബർദോളി സമരത്തിൽ നേതാവായി. ബർദോളി സമരത്തിന്റെ പേരിലാണ് എന്തൊക്കെ കിട്ടിയ പേര്? സർദാർ എന്ന പേര് കിട്ടുന്നത്. പബ്ലിഷ് ചെയ്യാൻ പിന്നെ ഗാന്ധി ഒരു കാർഡുണ്ടായിരുന്നു. കാർഡിലൊക്കെ എഴുതി എല്ലാവർക്കും അയച്ചു കൊടുത്തു. സർദാർ പട്ടേൽ. അപ്പം പോസ്റ്റ്മാൻ ഉൾപ്പെടെ എല്ലാവരും വായിച്ചു. അങ്ങനെ നാട് മൊത്തം ആരുടെ പേര് പട്ടേൽ എന്നായി, സർദാർ എന്നായി. ഗാന്ധിയുടെ പേര്, പട്ടേലിൻ്റെ പേര്. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് മിക്സഡ് എക്കോണമി വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മെ ആദ്യം സഹായിച്ച രാജ്യം ഏതാ? റഷ്യ തന്നെ. സംശയമൊന്നുമില്ല. ഉണ്ട്. നിങ്ങൾക്കറിയാത്തോളം രാജ്യമുണ്ട്. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നമ്മുടെ തവക്കാലി ഇൻസിഡൻ്റ് കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞപ്പോൾ ഈ ഗാന്ധിയെ കൊല്ലാൻ പട്ടന്മാർക്ക് ദേഷ്യം വരാനുള്ള കാര്യം എന്താ? ഗാന്ധിയുടെ അവസാനത്തെ പ്രവൃത്തിയാണ്. ഇതെല്ലാം കഴിഞ്ഞു പാതി വലിച്ച് വെട്ടിമുറുക്കി കൊലപാതകം നടത്തിയിട്ട് പോകാൻ നേരത്ത് ഗാന്ധി പറഞ്ഞു അവർക്കെല്ലാം കാശുകൂടെ കൊടുത്തു വിടണം. കാരണം ഇവിടുന്ന് പോകല്ലേ, പുരേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ കഞ്ഞി കുടിക്കാൻ വീട് വാങ്ങിക്കാൻ കാശില്ല. ഏതാണ്ടൊക്കെ തൊട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആരടിച്ചുകൊണ്ട് പോയി രാത്രി ബ്രിട്ടീഷുകാരന്. ഇത്രയും നാറുകളെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും നീളമുള്ളതായ ഒരു വൈഡൂര്യ കല്ല്
കോഹിനൂർ ഡാമുണ്ട്, അതുവരെ അടിച്ചുകൊണ്ട് പോയി. തീപ്പെട്ടി കോലെടുത്താൽ പോരാ, എന്നിട്ട് തീപ്പെട്ടി മൊത്തം കൊണ്ടുപോയി. തീർന്നില്ല. ഏതാണ്ട് പേരിനുള്ള ഒരു രാജസിംഹാസനം ഉണ്ടായിരുന്നു, മയൂര സിംഹാസനം, അതും തോർത്ത് വെച്ചുകൊണ്ട് പോയി. കുട്ടിച്ചോറാക്കി. The treasury was filled with cockroaches. ആ ഗതികേട്ട സമയത്ത് ആണ് ഗാന്ധി പറഞ്ഞ അവർക്ക് കാശ് കൊടുക്കണമെന്ന്. എവിടെയാണ് കാശ്? ഇവിടെ പേടി അറിയാമല്ലോ, കിടന്ന് ചാകുക. നമ്മുടെ ജീവിതത്തിലൊരു വലിയ ആഗ്രഹം ഉണ്ടാകണം. എനിക്ക് ആഗ്രഹമുണ്ട്, ചത്ത് കിടക്കണം, കിടന്ന് ചാകരുത്. അതായിരിക്കണം നല്ലത്. ഇപ്പൊ ഗാന്ധിജിയാണ് ചാകത്തുമില്ല, കിടന്നു ചാകത്തില്ല. എത്ര നിരാഹാരം കിടന്നു, അറിയാകത്തില്ല. അല്ല, അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി മുമ്പിലുണ്ട് 50 ദിവസം നിരാഹാരം കിടന്നവരുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും സ്ട്രോങ് ആയി വരുന്നു. കാരണം രാത്രിയിൽ ഇലക്ട്രിക് ലൈറ്റ് അവിടെ ചെയ്യാം, ടോർച്ച് ലൈറ്റ് ചെല്ലുന്നുണ്ട്. അതിനകത്ത് ബാറ്ററിക്ക് പകരം ഏത്തയ്ക്കുണ്ട്. അപ്പം അങ്ങനെയാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നിട്ട് നിരാഹാരം കിടന്ന് ചത്തൊരു ചെറുപ്പക്കാരൻ, വിപ്ലവകാരി ജതിൻ ദാസ്, 64 ദിവസങ്ങൾ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ശരിയായില്ല. എൻ്റെ കൂട്ടത്തിലുള്ള നമുക്ക് അങ്ങനെ റഷ്യ നമ്മളെ സഹായിച്ചതിന് ഫലമായിട്ട് ഏത് കമ്പനി നമുക്ക് കിട്ടി? ബിലായ് സ്റ്റീൽ പ്ലാന്റ് ഗർഭംകാലം സഹായിച്ചു. റൂർക്കല സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എളുപ്പമൊന്ന് പോകാനായി പറഞ്ഞു. ഇങ്ങനെ നമ്മൾ കാലയെ പിടിച്ച് തുടങ്ങിയിട്ടാണ് ഇത്രയൊക്കെ ആയത്. എന്നാണ് ഇപ്പോൾ ഇന്ന് നെഹ്റുവിനെ നന്ദിക്ക് വിളിക്കുന്നത്. അന്ന് എങ്ങനെയൊക്കെ എഴുതിയാൽ ഇത്രയും ആയെന്നുള്ള പാട് നമുക്കറിയാം. നെഹ്റു വലിയ ആളാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ബാലാഷ്ട്രതയുടെ കാലങ്ങൾ മറന്നു പോകരുത്. ഇന്ന് നമ്മൾ ഇത്രയും വളർന്ന് ഇത്രയും നിൽക്കുന്നില്ലേ? നെഹ്റുവിന് മാത്രം ഗുണമല്ല, ഗാന്ധിയുടെ മാത്രം ഗുണമല്ല. ഇപ്പം ഭരിക്കുന്നവരുടെ വേറെ ഗുണമുണ്ട്, നിങ്ങളുടെ എൻ്റെയും ഗുണമുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് നാഷണൽ മൂവ്മെന്റിൽ ഓർത്തിരിക്കുക. ഇതൊക്കെ നോക്കുമ്പം തിരുവിതാംകൂർ സ്വതന്ത്ര ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ബെറ്റർ ആയിരുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപ് പോലും. ദാറ്റ് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവൻകൂർ. ഈ പറഞ്ഞ എല്ലാം തന്നെ. ദെൻ പരമ്പള്ളി ഗോവിന്ദമേനോൻ നമ്മൾ പറഞ്ഞു. ദെൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു, ലെജിസ്ലേച്ചർ ഞാൻ പറഞ്ഞു. ദെൻ മിനിസ്ട്രി ഓഫ് EMS. ദെൻ 5th April 1957. Then on June 12, 1959, under Mannathu Pappanavan, the Vimojana Samaram started. ലിബറേഷൻ മൂവ്മെന്റ് എന്നൊക്കെയാണ് ഇവിടെ വലിയ നോട്ടീസൊക്കെ പിടിച്ച്. സ്റ്റാർട്ടഡ് ടു ഓവർത്രോ ദ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി. ടു ഓവർത്രോ ദ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി. മിനിസ്ട്രി കൊലാപ്സ്ഡ്. മിനിസ്ട്രി കൊലാപ്സ്ഡ്. വിമോചന സമരം ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ വരുത്തുള്ളൂ. ഇപ്പോൾ കേരള ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അല്ല, UPSC-കാരാണെങ്കിൽ വേറൊന്നും ചെയ്യും, അവരിത് വരുത്തില്ല. ലിബറേഷൻ, അജിറ്റേഷൻ എന്നൊക്കെ വരും വിമോചനം എന്നുള്ളതിനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുകൂടെ ഒന്ന് ഓർത്തിരുന്നാളും പറഞ്ഞത്. എന്താ പറഞ്ഞെടുത്ത്? The ministry collapsed and the president's rule for the first time began on 31st July 1959. പൊളിറ്റിക്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ആർട്ടിക്കിൾ എത്ര?
356. അപ്പം 356 പ്രകാരം സ്വതന്ത്ര കേരളത്തിൽ ആദ്യമേ പ്രസിഡൻസ് റൂൾ വരുന്നത് ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് EMS മിനിസ്ട്രി. അത് ഏതാണ്ട് 6 മാസക്കാലത്തോളം അങ്ങനെ നിൽക്കുന്നുണ്ട്. ദെൻ ഇൻ ഫെബ്രുവരി 1960 അല്ല, മിനിസ്ട്രി കൊലാപ്സ് ആണെന്ന് പറഞ്ഞാൽ അതിനെ പിരിച്ചുവിട്ടതാ. അതിന് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരവും അതിൻ്റെ ഒരുപാട് തൊപ്പിപ്പാള സമരമൊക്കെ ഉണ്ട്. വന്ന മാത്രമല്ല, ഇവിടുത്തെ ജാതി നേതാക്കന്മാരെല്ലാം സമരത്തിനുണ്ടായിരുന്നു. കാരണം അവരെ അത്ഭുതപ്പെടുത്തി. ഞാനിപ്പോൾ അങ്ങോട്ടൊക്കെ അവരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നസ്രാണിമാരിൽ നസ്രാണിയായ ജോസഫ് മുണ്ടശ്ശേരി അങ്ങനെ നസ്രാണി പള്ളിക്കൂടങ്ങൾക്കെല്ലാം എതിരായിട്ട് വെള്ളം ഉണ്ടാക്കി. അങ്ങേര് വെള്ളം ഉണ്ടാക്കാൻ കാരണം അങ്ങേർക്ക് മുമ്പേ തന്നെ കോളേജ് അധ്യാപകനായി കയറി അവിടെ സമരം നടത്തിയെന്നും പറഞ്ഞ് ചങ്ങനാശ്ശേരി കോളേജിൽ പിരിച്ചുവിട്ടൊരു അധ്യാപകനുണ്ടായിരുന്നു. അയാൾ അവസാനം ട്യൂട്ടോറിയൽ പുസ്തകം തുടങ്ങി, അതിലൂടെ വളർന്നു വന്നു. അവസാനം അദ്ദേഹം പള്ളിക്കാർക്ക് എതിരായിട്ട് തെരുവ് വിളിച്ചു. അവസാനം ശരീരം പോലും പള്ളിയിൽ അടക്കം ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. അയാളുടെ പേര് പറ. കേട്ടില്ല. MC ജോസഫ് ഒന്നുമില്ല, MP പോൾ. മറക്കരുത് നിങ്ങൾ. ഇന്ന് ഇവിടെ വിപ്ലവം പറയുന്ന പലരും ഉണ്ട്. അന്ന് ആ മനുഷ്യൻ വിപ്ലവം, ഞാനിന്ന് ഓർക്കുന്നത്, ആ മനുഷ്യൻ വിപ്ലവം ചെയ്യുന്നത് രാത്രിയും പകലും ട്യൂഷൻ എടുത്ത് കാശുണ്ടാക്കിയ. ഫിലിപ്പ് സാറിന് ആവേശമൊന്നുമില്ല. പക്ഷെ എങ്കിലും മനസ്സിലാക്കേണ്ടത്, ഇവിടെ പാർട്ടികൾ വളർത്തുകയും നേതാക്കളെ സൃഷ്ടിക്കുകയും ചെയ്തവർ ചോര നീരാക്കിയാണ് ഇത് പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അവിടെയാണ് ഇന്ന് കാറില്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല, ജാതിക്ക് പോകണമെങ്കിൽ AC മുറിയിൽ വേണം പോകാൻ, ജാതിക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ വോൾവോ കാറിൽ വേണം, ഇത്ര രൂപ ശമ്പളം വേണം, എനിക്ക് അതിനുടുപ്പും മുണ്ടും വേറെ വേണം. ബിരിയാണിയൊക്കെ പോയി, കുപ്പി, പിന്നെ ബിരിയാണി. അതാണ് കോട്ടയത്തുണ്ട്, റെയിൽവേ സ്റ്റേഷൻ അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സമരത്തിന് പോകുന്നതിന് ഗ്രാജുവേറ്റ്സ് 600 രൂപയും AC കാറിൽ പോക്കും വരവും ഉച്ചയ്ക്കും ആയിട്ടുള്ള ആഹാരം എഴുതി വെച്ചിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇത്ര റേറ്റ്. ഇതിപ്പോൾ ഒരു സമരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തൊഴിലാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അല്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ തൊഴിലാണ്, ടെമ്പററി. ഏത് പാർട്ടിക്ക് വേണോ പോകാം, നമുക്ക് കാശ് വേണം. അതിലേക്കൊക്കെ നമ്മൾ മാറിയത്. നമ്മൾ ഈ പഠിക്കുന്നത്, നിങ്ങൾ ചരിത്രം പഠിക്കുക. അന്നത്തെ സമരം എന്തായിരുന്നു? അത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിനുള്ളതല്ല. അവരുടെ ആർഡൻസിയോ കമ്മിറ്റ്മെന്റോ ഇന്ന് എവിടെ നിൽക്കുന്നു? ഈ നമ്മൾ ഈ രാജാവിനെ തെരുവ് വിളിക്കുമ്പം ഈ എൻലൈറ്റൻമെന്റ് പീരീഡിന്റെ അയലത്തെത്താൻ പറ്റിയിട്ടുണ്ടോ? കുറ്റം പറയുന്നില്ല, ഇന്ത്യയിലെ ഒരു നല്ല സംസ്ഥാനം തന്നെയാണ്. നമ്മുടെ ചുഴിക്കുറ്റം കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. കയ്യിലിട്ട് മോശം, പിന്നെന്തിയാ? We are our own enemies. Then, in February 1960, fresh elections were held and ministry under പട്ടം താണുപിള്ളേ ബ്രാക്കറ്റിൽ ഒരു PSP എന്ന് വിളിച്ചോണം. കാരണം ഇങ്ങനെ ഈ സമയത്ത് കോൺഗ്രസിൽ നിന്ന് വിട്ടു. അന്ന് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിസം കാരണം പട്ടം എന്നുള്ളതല്ല, ഞാനത് ക്ലാസ്സിനകത്ത് പറയാം, വെളിയിൽ പറയത്തില്ല. നിങ്ങളടുത്ത് പറയാമല്ലോ. ഈ നായർ കമ്മ്യൂണിറ്റിക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ക്രിസ്ത്യാനിക്ക് പാനീയനാണെന്നല്ല പറഞ്ഞത്, അകംഭാവം, ഞങ്ങളാണ് എല്ലാം. ആ സ്റ്റാറ്റസ് കളയത്തില്ല. ഞാൻ പറഞ്ഞാൽ ഈ ലോകത്തെല്ലാം നടക്കും. മന്നത്തിൻ്റെ കാലത്ത് ചിലതൊക്കെ നടന്നു. അതുപോലെ അടുത്ത കാലത്ത് പറഞ്ഞില്ലേ വോട്ടിൻ്റെ കാര്യം, അതൊന്നും ആരും കേട്ടില്ല. എന്നാലും ആ പ്രതാപമുണ്ട്. ഈ പ്രതാപം കോൺഗ്രസ്സുകാരി പലർക്കും, പ്രത്യേകിച്ച് ഈഴവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാം കൂടെയാണ് പട്ടത്തിനെ മൂട്ടിൽ ഇറക്കിയത്. ഉടനെ പട്ടം എന്ത് ചെയ്തു? കോൺഗ്രസ് വിട്ടു.
പുതിയ പാർട്ടി ഉണ്ടാക്കി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അതാണ് PSP. അങ്ങനെ പട്ടം മുഖ്യമന്ത്രിയായി. അങ്ങനെ ഷൈൻ ചെയ്യണ്ട തീരുമാനിച്ചു. പക്ഷേ പുറത്തേക്കാൻ വയ്യ, നായർ സംഘടനകളൊക്കെ ഉണ്ട്. അങ്ങനെ കോൺഗ്രസ് ആളുകളോട് ആലോചിച്ചു. ഇന്ദിരാഗാന്ധിയെ പോയി കണ്ടു. അമ്മ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രശ്നം, അയാൾ വലിയ ശല്യമാണ്, നമുക്ക് വളർന്നു വരാൻ പറ്റത്തില്ല. അതിന് വലിയ കാര്യമൊന്നുമില്ല, ഒരു 6 മീറ്റർ തുണി വാങ്ങിച്ചാൽ മതി. അമ്മച്ചി തുണി വാങ്ങിച്ചു, ഡൽഹി തന്നെ തയ്പ്പിച്ചു, പടത്തിന് കൊടുത്തിട്ട് പറഞ്ഞു ഗവർണർ പഞ്ചാബ് എന്ന്. പട്ടം പറഞ്ഞു അയ്യോ മതി, ഓടി. അങ്ങനെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അവസാനം എന്തായി? പട്ടനാളുകളുടെ സ്വന്തം പാർട്ടിയായി. അങ്ങനെ മാത്രമായി. ആർ ശങ്കറിന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ വന്നു. ഇതൊക്കെ എൻ്റെ തമാശ. എഴുതിക്കോ. became the chief minister of എഴുതിയല്ലോ, ചീഫ് മിനിസ്റ്റർ ഓഫ് ഫെബ്രുവരി എഴുതിയില്ലേ, 1960. In September 1962, Pattam was appointed the governor of Punjab. Then R. Shankar became the chief minister. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാവുന്നത് ഞണ്ടിനെ അറിയാമല്ലോ. എന്താ പ്രത്യേകത? ഒരു ഞണ്ട് പതുക്കെ എവിടെയെങ്കിലും തപ്പിപ്പിടിച്ചൊന്ന് കയറും മേലോട്ട്. വേറെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? എവൻ്റെ കാലയെ പിടിച്ചാൽ എനിക്കും കയറാം. അതിന് താഴെ വന്നാൽ അവൻ്റെ കാലയെ പിടിക്കും, എല്ലാം കൂടെ താഴെ വന്ന് വരും. ഇതാ കോൺഗ്രസ് മന്ത്രിസഭ. പട്ടം പോയി, ആർ ശങ്കർ വന്നു. ഇവൻ ഇങ്ങനെ എത്ര കാലം ഇരുന്നാൽ ശരിയാകത്തില്ല, നീടന്മാർക്ക് മാത്രം പോരല്ലോ. അങ്ങനെ ചെയ്തു. ഇൻ ആർ ശങ്കർ റിസൈൻഡ് ഓഫീസ് on September 10, 1964. In the 1967 election, EMS Namboodiripad became the chief minister. 67 ആര് രാജിവെച്ചത്? ആർ ശങ്കർ ഓഫീസ് ഓൺ സെപ്റ്റംബർ 1964. അത് പറഞ്ഞതാണ് ആഫ്റ്റർ ദി ജനറൽ ഇലക്ഷന്. ആ ഗ്യാപ്പ് വരുമ്പോൾ എന്താ ഇവിടെ കിടക്കുന്നത്? ഇവിടെ വീണ്ടും രണ്ടാമത്തെ റൂൾ വരുന്നില്ലേ, പ്രസിഡന്റ് റൂൾ വരുന്നില്ലേ? EMS Namboodiripad became the chief minister മാർച്ചിൽ. പക്ഷെ ആ മന്ത്രിസഭ പെട്ടെന്ന് മാർച്ച്, സെപ്റ്റംബർ, ഒക്ടോബർ എന്നുണ്ട് 2 മാസം കഴിയുമ്പോൾ അത് പിരിഞ്ഞു പോകുന്നുണ്ട്. ഗ്രൂപ്പുകൾ പാർട്ടിക്കകത്ത് വരുന്നു. പിന്നെ മന്ത്രിസഭ ഉണ്ടാക്കിയത് ലീഗിനെ കൂടെ ചേർത്തായിരുന്നു. കൂട്ടുകക്ഷി മന്ത്രിസഭ, ലീഗ് പിന്മാറുന്നു. അങ്ങനെ ഓരോ ഭാഗമായിട്ട് മാറപ്പെടുന്നു. ഇതുവരെ ഒന്ന് നിങ്ങൾ നിർത്തിയാൽ മതി. അത് കഴിയുമ്പോഴത്തേക്ക് നമ്പൂതിരിപ്പാട് മിനിസ്ട്രി 67 തന്നെ താഴെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്യുത് മേനോൻ മുഖ്യമന്ത്രിയാകുന്നു. അച്യുതമേനോൻ മിനിസ്ട്രി അധികാരം നിൽക്കുന്നില്ല. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നേരെ ജനറൽ ഇലക്ഷൻ അടുത്ത് വരുന്നു. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് കേരള. ഇത്രയും നമ്മളൊന്ന് കണ്ടു നോക്കിയാൽ മതി, ബാക്കി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ മന്ത്രിസഭ അതാണ്. ഫസ്റ്റ് സ്പീക്കർ ആരായിരുന്നു? തമ്പിയ, ശങ്കരനാരായണൻ തമ്പി. അതേമാതിരി വരുന്നത് ആദ്യമായിട്ട് വരുന്ന വനിതാ സ്പീക്കർ എന്ന് പറയുന്നത് ഐഷ പെറ്റിയാണോ? അല്ല, നിങ്ങൾ പറയുമ്പോൾ ഉമ്മാളിനെ കുറിച്ചായിരിക്കും. അല്ല, എന്നാലോചിച്ച് പറ. പഠിച്ചു നോക്കട്ടെ. ഭാർഗവി തങ്കപ്പനാണോ? ഉണ്ട്.
ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഉണ്ടോ ചോദിച്ചത്, എനിക്ക് നാണക്കേടൊന്നുമില്ല, ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഭാർഗവി തങ്കപ്പൻ വരുന്നുണ്ട്. പിന്നെ നബീസമാള് ഡെപ്യൂട്ടി സ്പീക്കർ ഐഷ ഭായ്, യെസ് ഡെപ്യൂട്ടി സ്പീക്കർ. അതിനകത്തുള്ള സ്പീക്കറെ ലേഡീസിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഒരാളെന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ ചോദ്യം വന്നില്ലെങ്കിൽ കൂടാ എന്നില്ല എന്ന് പറഞ്ഞുള്ളൂ. യെസ് ഐഷ ഭായ്.